ചങ്ങനാശ്ശേരിയിൽ നിന്നും RMS മാറ്റുന്നതിനെതിരെ ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ശനിയാഴ്ച ധർണ നടത്താൻ RMS സംരക്ഷണ സമിതി വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനം. നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. രാവിലെ 10-ന് ധർണാ സമരം ആരംഭിക്കും. ചങ്ങനാശ്ശേരി ഡിവിഷനു കീഴിലെ 46 പോസ്റ്റ് ഓഫീസുകളിലെ മുഴുവൻ തപാലുകളും കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ RMSനെ ഉയർത്തി ഈ ഓഫീസ് നിലനിർത്തണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. സ്പീഡ് പോസ്റ്റ് സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA യോഗം ഉദ്ഘാടനം ചെയ്തു. അതിപുരാതനമായിട്ടുള്ള NSSും അതിപുരാതനമായിട്ടുള്ള ചങ്ങനാശ്ശേരി അതിരൂപതയും അതോടൊപ്പം തന്നെ നൂറ്റാണ്ട് പഴക്കമുള്ള നമ്മുടെ വ്യാപാരി സമൂഹമൊക്കെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു ഓഫീസാണ് RMS. നമ്മൾ വിചാരിക്കും ഇവിടുത്തെ ആർട്ടിക്കിൾസ് തന്നെ നോക്കിയാൽ വളരെ നല്ല രീതിയിലുള്ള ആർട്ടിക്കിൾസ് അവർക്ക് വരുന്നുണ്ട്. ഒത്തിരിയേറെ RMSൽ കൂടി ഒത്തിരിയേറെ തപാൽ ഉരുപ്പടികൾ മറ്റ് സ്ഥലങ്ങളിലേക്കും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ അയക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം ഇവിടുത്തെ വക്കീൽ ഓഫീസൊക്കെ ആണെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ ചെന്ന് RMS ഉപയോഗിച്ച് പോസ്റ്റൽ സർവീസുകൾ നേടിയെടുക്കാറുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നോക്കുമ്പോൾ RMS ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് നിർത്തലായി പോകുന്നത് നമുക്ക് വലിയ ക്ഷീണമുള്ളൊരു കാര്യമാണ്. വിവിധ സാമുദായിക, രാഷ്ട്രീയ, സാമൂഹിക, വാണിജ്യ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നഗരസഭാ ഉപാധ്യക്ഷൻ മാത്യൂസ് ജോർജ്, സണ്ണി തോമസ്, ഫാദർ ജെയിംസ് കൊക്കാവയലിൽ, KD സുഗതൻ, ബാബു കോയിപ്പുറം, രതീഷ് ചെങ്കിലാത്ത്, MR രഘുദാസ്, മുഹമ്മദ് സിയ, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. PFRDA നിയമം പിൻവലിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം. ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്തു. തുടർന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KN അശോക് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ മാർച്ചിലും ധർണയിലും FSCTO മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവപ്രധാനമായിട്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ, അവർക്ക് ലഭ്യമാകേണ്ട സാമ്പത്തിക അവകാശങ്ങൾ അത് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജീവനക്കാരും അധ്യാപകരും ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിനായി മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു പൊതു സമൂഹത്തിലുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരുടെ ജീവിത സ്വപ്നങ്ങളിലൊന്നാണ് ഒരു സർക്കാർ ഉദ്യോഗം എന്നത്. ഒരാളെ സംബന്ധിച്ച് അവരുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുക എന്നത് സർക്കാർ സംവിധാനത്തിൽ മാത്രം നിലനിന്നു പോരുന്ന ഒന്ന് മാത്രമാണ്. FSCTO ജില്ലാ പ്രസിഡന്റ് PD ജോഷി അധ്യക്ഷനായി. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ്, KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ CG സോമരാജ്, C സിലീഷ്, രമേഷ് ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പാക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. സാമൂഹ്യനീതി വകുപ്പിന്റെ ആലപ്പുഴ ജില്ലാ ഭിന്നശേഷി ദിനാചരണം ഉണർവ് ഉദ്ഘാടനവും സമ്മാനദാനവും HSLM MLA നിർവഹിച്ചു. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ കഴിഞ്ഞ ദിവസമായിരുന്നു പരിപാടി. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കാൻ കഴിയൂ എന്നുള്ളത് കൂടിയാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. അതൊരു ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാന കാര്യമാണ്. സമൂഹത്തിൽ ഏറ്റവും ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ആ സിസ്റ്റത്തിലെ, ജനാധിപത്യ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാന കാര്യമായി ഭരണാധികാരികൾ കണക്കാക്കേണ്ട കാര്യമാണ്. ജനങ്ങൾ മാത്രമല്ല, ഭരണാധികാരി കണക്കാക്കണം. എങ്കിൽ മാത്രമേ പ്രത്യേകമായൊരു പരിഗണന നൽകാൻ കഴിയുന്ന പദ്ധതി ഉണ്ടാവുകയുള്ളൂ. വർത്തമാനം പറയാൻ എളുപ്പമാണ്, പ്രത്യേക പരിഗണന വേണമെന്ന് പറയാൻ വേണ്ടി സൗകര്യമാണ്.
മൈക്കിലൂടെ പറയാൻ പറ്റും. പക്ഷേ തങ്ങൾക്ക് ലഭിച്ചൊരു അധികാരം ഉപയോഗിച്ചിട്ട് എങ്ങനെ ആ ജനവിഭാഗത്തിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ മനസ്സ് വയ്ക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി. ദിനാചരണത്തിന് മുന്നോടിയായി കോളേജ് തലത്തിൽ സംഘടിപ്പിച്ച ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് വിവിധ മണ്ഡലങ്ങളിലെ MLA-മാർ നൽകിയ ട്രോഫികൾ H. സലാം MLA വിതരണം ചെയ്തു. സഹചാരി വിജയാമൃതം അവാർഡ് സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളിയും വിവിധ കോളേജുകളിലെ സാമൂഹ്യനീതി സെല്ലുകൾക്കുള്ള അവാർഡ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് KN സജിമോനും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സരിത, ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിൻ, ഭിന്നശേഷി സംസ്ഥാനതല കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാതല കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ AO അബീൻ എന്നിവർ സംസാരിച്ചു. മാന്നാർ കുരട്ടിക്കാട് കോട്ടയ്ക്കൽ കടവിൽ വലിയ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ പ്രത്യാഘാത പഠന വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ചു. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ പരുമല, മാന്നാർ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് വലിയ പാലം നിർമ്മിക്കുന്നതിലൂടെ മാന്നാർ ടൗണിലെ ഗതാഗത തിരക്കിന് ശാശ്വത പരിഹാരമാകും. കുരട്ടിക്കാട് കോട്ടയ്ക്കൽ കടവിൽ നിലവിലുള്ള ആംബുലൻസ് പാലം പൊളിച്ചു നീക്കി വലിയ പാലം നിർമ്മിക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് SR ഏഷ്യ ഗാസിയാബാദ് എന്ന ഏജൻസി സമർപ്പിച്ച സാമൂഹ്യ പ്രത്യാഘാത റിപ്പോർട്ട് വിലയിരുത്തി അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് വിദഗ്ധ സമിതി പദ്ധതി സ്ഥലം സന്ദർശിച്ചത്. 25 വർഷം മുമ്പ് നിർമ്മിച്ച ആംബുലൻസ് പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തതിനാൽ നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് മന്ത്രി സജി ചെറിയാൻ 4 വർഷം മുമ്പാണ് ഇവിടെ വലിയ പാലം പണിയുമെന്ന പ്രഖ്യാപനം നടത്തിയത്. 14 കോടി രൂപയ്ക്ക് ഭരണാനുമതി ലഭിച്ച ശേഷം മണ്ണു പരിശോധന അടക്കമുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചെങ്കിലും സാങ്കേതിക തടസ്സങ്ങളിൽ കുരുങ്ങി പണി നീണ്ടുപോയി. പത്തനംതിട്ട ജില്ലാ അതിർത്തിയായ കടപ്ര പഞ്ചായത്തിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് വീതി കൂട്ടണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സ്ഥലം വിട്ടുകിട്ടണമെന്നതായിരുന്നു വലിയ കടമ്പ. 20 സെന്റ് സ്ഥലം പാലം പണിക്കായി വിട്ടു നൽകുവാൻ ദേവസ്വം ബോർഡുമായി ധാരണയായതോടെയാണ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂടിയത്. 6 മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ സാർമാരോട് പറയുന്നത് വരുന്ന 6 മാസത്തിനകം നമുക്കിതിലെ ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് കല്ലിട്ട് പ്രവർത്തനം ആരംഭിക്കത്തക്ക രീതിയിലേക്ക് നമ്മുടെ പാലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടർ R. സുധീഷ്, സ്പെഷ്യൽ തഹസിൽദാർ സൗമ്യ, വിദഗ്ധ സമിതി ചെയർപേഴ്സൺ മീന കുരുവിള, PK സന്തോഷ്, സോഷ്യൽ സയന്റിസ്റ്റ് മറിയ ടെൻസി, PWD ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ A. പ്രശാന്ത്, മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി, സ്ഥിരം സമിതി അധ്യക്ഷ ശാലിനി രഘുനാഥ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലിം പടിപ്പുരയ്ക്കൽ, സുജാത മനോഹരൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് സ്ഥലം സന്ദർശിച്ചത്. ആലപ്പുഴ കളർകോടുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥി ആൽവിൻ ജോർജിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ കണ്ണീരടക്കാനാവാതെ സഹപാഠികൾ. വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതുദർശനത്തിന് ശേഷം ജന്മനാടായ എടത്വയിൽ മൃതശരീരം എത്തിച്ചു. തിങ്കളാഴ്ച എടത്വ സെൻറ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. രാവിലെയാണ് മെഡിക്കൽ കോളേജിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത്. തിങ്കളാഴ്ചയുണ്ടായ അപകടത്തിൽ മറ്റ് 5 പേർ മരിച്ചിരുന്നു. ഗുരുതര പരിക്കേറ്റ ആൽവിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ വെച്ച് വ്യാഴാഴ്ച വൈകിട്ടാണ് മരണം സംഭവിച്ചത്. വെള്ളിയാഴ്ച രാവിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൊതുദർശനത്തിന് വെച്ചത്. മന്ത്രി P. പ്രസാദ്, H. സലാം MLA, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, പ്രിൻസിപ്പാൾ ഡോക്ടർ മറിയം വർക്കി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. കോളേജിലെ 100 കണക്കിന് വിദ്യാർത്ഥികളും കണ്ണീരോടെ പ്രിയ സഹപാഠിക്ക് അവസാന യാത്രയയപ്പ് നൽകി. തുടർന്ന് മൃതദേഹം ജന്മനാടായ എടത്വയിലെത്തിച്ചപ്പോൾ ബന്ധുക്കളും നാട്ടുകാരുമടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നു. പൊതുദർശനത്തിന് ശേഷം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റി. ഞായറാഴ്ച വൈകിട്ട് തലവടിയിലെ മാതാവിൻ്റെ കുടുംബ വീടായ കറുകപ്പറമ്പിലെത്തിച്ച ശേഷം തിങ്കളാഴ്ച എടത്വയിലെ പള്ളിക്കൽ ചിറ വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് സെൻറ് ജോർജ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. നായർ സമാജം അക്ഷര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന സമ്മേളനത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല ബാലകൃഷ്ണൻ അധ്യക്ഷയായി. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ശാലിനി രഘുനാഥ്, VR ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി ബോബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപ്രവർത്തകൻ MP സുരേഷ് കുമാർ വേദിയിൽ ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു. രണ്ട് ദിവസങ്ങളിലായി മാന്നാർ നായർ സമാജം അക്ഷര സ്കൂളിലും നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിലുമായി കലാകായിക മത്സരങ്ങൾ നടക്കും. കേരളോത്സവത്തിന് മുന്നോടിയായി പരുമല ജംഗ്ഷനിൽ നിന്നും വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പരുമലയിൽ സ്വീകരണം നൽകി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമെന്ന മുദ്രാവാക്യം ഉയർത്തി നവംബർ 14-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥയാണ് കഴിഞ്ഞ ദിവസം പരുമലയിൽ എത്തിയത്. പരുമലയിലെത്തിയ ജാഥയെ പരിഷത്ത് പ്രസിഡന്റ് ഡൊമിനിക് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റോബിൻ പരുമല, വിമല ബെന്നി, ടാഗോർ വായനശാല സെക്രട്ടറി VK ഹരികുമാർ, പുകാസ പ്രസിഡന്റ് OC രാജു, ലിസമ്മ വർഗീസ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം മായ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ കുട്ടികളാണ് നമ്മളുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത്. മിടുമിടുക്കരായ അധ്യാപകർ അവരെ പഠിപ്പിക്കുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ അധ്യാപകരും ചേർന്ന് ഒട്ടനവധി പദ്ധതികൾ ആ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എങ്കിലും എവിടെയാണോ ചിലയിടത്തെങ്കിലും ചില കുട്ടികൾ പുറകോട്ട് പോകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസരം സമാഗതമായിരിക്കുകയാണ്. സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ അധ്യക്ഷയായിരുന്നു. ജാഥ ക്യാപ്റ്റൻ മീരാഭായ് ടീച്ചർ, വൈസ് ക്യാപ്റ്റൻ ദീപു ബാലൻ, ജാഥ സ്ഥിരാംഗം ജോജി കൂട്ടുമ്മേൽ, ജില്ലാ സെക്രട്ടറി രമേശ് ചന്ദ്രൻ, ജില്ലാ വിദ്യാഭ്യാസ സമിതി കൺവീനർ ഡോക്ടർ R വിജയമോഹൻ, ജില്ലാ കമ്മിറ്റി അംഗം ബെന്നി മാത്യു എന്നിവർ സംസാരിച്ചു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഡിസംബർ 13-ന് നടക്കുന്ന പ്രസിദ്ധമായ പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നിലവറ ദീപം തെളിഞ്ഞു. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി മൂല കുടുംബക്ഷേത്രത്തിലെ നിലവറയിലാണ് ഭദ്രദീപം തെളിയിച്ചത്. പൊങ്കാലയുടെ എല്ലാ സന്നാഹങ്ങളും തീർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ വിളംബര ദീപം തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പൊങ്കാലയുടേതായ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി ഏതാണ്ട് 3:45 തീർന്നു. ഇനിയും പൊങ്കാലയുടെ എല്ലാ സമയങ്ങൾക്കും വേണ്ട എല്ലാ മുഹൂർത്തങ്ങളും കുറിച്ചുകൊണ്ട് പൊങ്കാലയുടെ വരവറിയിച്ചുകൊണ്ട് ചക്കുളത്തമ്മയുടെ തിരുസന്നിധാനത്തിൽ പൊങ്കാലയുടെ നിലവറ ദീപം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ഐശ്വര്യവും ലോകത്തിനുണ്ടാകുവാൻ വേണ്ടി, എല്ലാ സമൃദ്ധികളും ഉണ്ടാകാൻ വേണ്ടി, എല്ലാ ഐക്യതയും സന്തോഷവും സമത്വവും ഉണ്ടാകാൻ വേണ്ടി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ നിലവറ ദീപം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഭദ്രദീപ പ്രകാശനത്തിനു ശേഷം നിലവറ ദീപത്തിൽ നിന്ന് പകർന്നെടുത്ത ദീപം ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി ക്ഷേത്ര ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ ആട്ടവിളക്കിലേക്ക് പകർന്നു. നിലവറ ദീപം കൊടിമരച്ചുവട്ടിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ മുഖ്യപ്രഭാഷണം നടത്തി. തിരുവല്ല DYSP അൻഷാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങുകൾക്ക് മീഡിയ കോർഡിനേറ്റർ അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MP രാജീവ്, സെക്രട്ടറി PK സ്വാമിനാഥൻ, KS ബിനു എന്നിവർ നേതൃത്വം നൽകി. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉദ്ഘോഷിക്കുന്ന കാർത്തിക സ്തംഭം ഡിസംബർ 8 ഞായറാഴ്ച വൈകുന്നേരം 5-ന് ക്ഷേത്രസന്നിധിയിൽ ഉയരും. കുട്ടനാട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം ആലപ്പുഴ കളർകോട്ടേക്ക് മാറുന്നു. കളർകോട് അഗ്രി കോംപ്ലക്സിൽ പുതിയ ഓഫീസ് കെട്ടിടത്തിന് നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനം മന്ത്രി P പ്രസാദ് ഡിസംബർ 7 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2-ന് നിർവഹിക്കും.
അനശ്വര കഥകളി നടൻ ചെന്നിത്തല ചെല്ലപ്പൻ പിള്ളയുടെ 26ാമത് വാർഷിക അനുസ്മരണം ഡിസംബർ 8 ഞായറാഴ്ച ചെന്നിത്തല മഹാത്മാ ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അനുസ്മരണ സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10-ന് പുഷ്പാർച്ചനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്കുള്ള ചിത്രരചനാ മത്സരം, ഉപന്യാസ മത്സരം, കഥകളി ക്വിസ് എന്നിവ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2-ന് കഥകളി കോപ്പുകളുടെ പ്രദർശനം, 3:30-ന് രാംകുമാറും സംഘവും കലാസമിതി വിദ്യാർത്ഥികളുമായി ചേർന്ന് നടത്തുന്ന പഞ്ചാരി മേളം, വൈകിട്ട് 4-ന് ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവയും നടക്കും. തുടർന്ന് 4:30-ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. നല്ല രീതിയിൽ ഉള്ള സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ചെല്ലപ്പിള്ളയുടെ ഒരു അനുസ്മരണത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ കാര്യങ്ങളെ അനുസ്മരിക്കുന്നതിന് വേണ്ടി ഒരു സ്മരണീയ പ്രകാശനം കൂടി ഈ അവസരത്തിൽ നടത്തുന്നുണ്ട്. കാരണം ഈ എല്ലാ പരിപാടികളിലും അനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും അവരെ പുരാതന കലകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് അവരോട് ചേർന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഇത് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ പരിപാടികളിലും നാട്ടുകാരുടെയും മറ്റ് പ്രവചനങ്ങളുടെയും സഹായസഹകരണം ഉണ്ടാകുന്നത് അന്യമായി അഭ്യർത്ഥിക്കുന്നു. കലാസമിതി പ്രസിഡന്റ് ഗോപി മോഹനൻ നായർ അധ്യക്ഷത വഹിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ കഥകളി നടൻ ചാത്തന്നൂർ നാരായണ പിള്ളയ്ക്ക് 23ാമത് ചെന്നിത്തല ചെല്ലപ്പൻ പിള്ള സ്മാരക പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ ചെന്നിത്തല ചെല്ലപ്പൻ പിള്ളയെക്കുറിച്ച് സുഹൃത്തുക്കൾ പങ്കുവച്ചിട്ടുള്ള കുറിപ്പുകൾ ചേർത്തൊരുക്കിയ സ്മൃതി പത്മം എന്ന സ്മരണിക കൊടിക്കുന്നിൽ സുരേഷ് MP ഗോപൻ ചെന്നിത്തലയ്ക്ക് നൽകി പ്രകാശനം ചെയ്യും. കഥകളി ഗുരുവിൻ്റെ ജന്മശതാബ്ദി പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അഡ്വക്കേറ്റ് മോഴൂർ രാജേന്ദ്ര ഗോപിനാഥിന് സമ്മാനിക്കും. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് നൃത്തസന്ധ്യയും കഥകളിയും അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ കലാസമിതി പ്രസിഡന്റ് ഗോപി മോഹനൻ നായർ, സെക്രട്ടറി വിശ്വനാഥൻ നായർ, ജോയിന്റ് സെക്രട്ടറി G ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. നെടുമുടി സെന്റ് ജെറോംസ് ചർച്ച് നസ്രത്ത് മാതൃപിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 8 ഞായറാഴ്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ്. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നെടുമുടി സെന്റ് ജെറോംസ് ചർച്ച് പാരിഷ് ഹാളിലാണ് മെഡിക്കൽ ക്യാമ്പ്. BP, PFT, ബ്ലഡ് ഷുഗർ പരിശോധനകളും മരുന്നുകളും സൗജന്യമാണ്. തുടർ ചികിത്സ ആവശ്യമായവർക്ക് സൗജന്യ ചികിത്സയ്ക്കും അവസരമുണ്ട്. രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് നസ്രത്ത് പള്ളി വികാരി ഫാദർ ഫ്രാൻസിസ് വടക്കേറ്റം അറിയിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് തെക്കേക്കരയിൽ പ്രവർത്തിക്കുന്ന ശബരിമല ഇടത്താവളത്തിൽ സമൂഹ നീരാഞ്ജന പൂജ നടത്തുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4:30-ന് ബ്രഹ്മശ്രീ ജ്യോതിഷമഠം നാരായണ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ. ശബരിമല അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ വൃശ്ചികം 1-നാണ് ശബരിമല തീർത്ഥാടകർക്കായി മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷനിൽ ഇടത്താവളം ആരംഭിച്ചത്. തീർത്ഥാടകർക്കും വ്രതം നോൽക്കുന്ന സ്വാമിമാർക്കുമായി ഇവിടെ അന്നദാന മണ്ഡപവും പ്രവർത്തിക്കുന്നു. ശനിദോഷ നിവാരണത്തിനും സർവ്വ ഐശ്വര്യത്തിനുമായാണ് ഇടത്താവളത്തിൽ സമൂഹ നീരാഞ്ജന പൂജ നടത്തുന്നതെന്ന് സേവാസമാജം താലൂക്ക് സമിതി പ്രസിഡന്റ് KP സുകുമാരൻ കുന്നങ്കരി പറഞ്ഞു. അയ്യപ്പ സേവാ സമാജം കുട്ടനാട് താലൂക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം വൃശ്ചികം 1 മുതൽ മകരവിളക്ക് വരെ അയ്യപ്പന്മാർക്കായിട്ടുള്ള ഭക്ഷണ പാനീയങ്ങൾ, വിശ്രമം എന്നിവയായിട്ടുള്ള ഇടത്താവളം ഒരുക്കിയിട്ടുള്ള വിവരം, അതോടൊപ്പം തന്നെ 100 കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇവിടെ വന്ന് വിരിവെച്ച് ശരണം വിളിച്ചു പോവുകയും ചെയ്യുന്ന പതിവാണ്. അതിൻ്റെ ഭാഗമായി ഈ പ്രാവശ്യം ശനിയാഴ്ച 7/12/2024 തീയതി വൈകിട്ട് 4:30-ക്ക് സമൂഹ നീരാഞ്ജനം നടത്തപ്പെടുകയാണ്. ഭക്തജനങ്ങൾ ഇവിടെ വരണം എന്ന് അതിയായി ആഗ്രഹിക്കുകയാണ്. കാരണം സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിനും ശനിദോഷം മാറുന്നതിനും വേണ്ടി ഇവിടെ നടത്തപ്പെടുന്ന ഈ സമൂഹ നീരാഞ്ജനത്തിൽ എല്ലാ ഭക്തജനങ്ങളും അകമഴിഞ്ഞ് പങ്കെടുക്കണമെന്ന് ആദരപൂർവ്വം അറിയിക്കുന്നു. ശനിയാഴ്ച വൈകുന്നേരം 4:30-ന് സമൂഹ നീരാഞ്ജന പൂജ ആരംഭിക്കും. ജ്യോതിഷമഠം ബ്രഹ്മശ്രീ നാരായണ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജാകർമ്മങ്ങൾ. പ്രശസ്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ PS അമൃത ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അയ്യപ്പ സേവാ സമാജം ഭാരവാഹികൾ അറിയിച്ചു. ചങ്ങനാശ്ശേരി പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിനോടനുബന്ധിച്ച് ഡിസംബർ 7 ശനിയാഴ്ച കുടുംബദിനമായി ആചരിക്കുന്നു.
ഉച്ചകഴിഞ്ഞ് 3:30 മുതലുള്ള തിരുക്കർമ്മങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും. കുടുംബദിനമായ ശനിയാഴ്ച പുലർച്ചെ 5:15 തിരുസ്വരൂപം എഴുന്നള്ളിച്ചു വയ്ക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. 5:30 രാവിലെ 7:15 11:30 ഉച്ചകഴിഞ്ഞ് 2:30 വൈകുന്നേരം 5 പരിശുദ്ധ കുർബാന അർപ്പിക്കും. 6:15 കുരിശടിയിലേക്ക് പ്രദക്ഷിണം ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 3:30 മുതലുള്ള തിരുക്കർമ്മങ്ങൾ KCV 32 നമ്പർ സ്മാർട്ട് ചാനലിലും കുട്ടനാട് കേബിൾ വിഷൻ എന്ന യൂട്യൂബ് ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും. കൂടാതെ ഡിസംബർ 8 ഞായറാഴ്ചയും ഡിസംബർ 15 ഞായറാഴ്ചയും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. ചമ്പക്കുളം പടിപ്പുരയ്ക്കൽ ശ്രീ കാർത്യായനി ദേവീക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തിസാന്ദ്രം 5-ാം ദിവസമായ വെള്ളിയാഴ്ച നടന്ന രുക്മിണി സ്വയംവര ചടങ്ങിലും വിശേഷാൽ പൂജകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 5-ാം ദിവസമായ വെള്ളിയാഴ്ച പുലർച്ചെ പതിവ് ക്ഷേത്രച്ചടങ്ങുകൾക്ക് ശേഷം ഗണപതി ഹവനം, സൂക്തജപം, വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത ഗ്രന്ഥപൂജ എന്നീ കർമ്മങ്ങൾ നടന്നു. 10:30 രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിച്ചു. ഘോഷയാത്രയ്ക്ക് ശേഷം യജ്ഞാചാര്യൻ ഭാഗവത ശ്രീ ചേപ്പാട് ഹരിശങ്കർ, ക്ഷേത്രം മേൽശാന്തി രാഹുൽ കൃഷ്ണ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രുക്മിണി സ്വയംവരം നടന്നു. സ്വയംവര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12-ന് നെയ്വിളക്ക് സമർപ്പണവും തുടർന്ന് അന്നദാനവും നടന്നു. ചടങ്ങുകൾക്ക് സെക്രട്ടറി സുരേഷ് കുമാർ വാടയ്ക്കൽ, രക്ഷാധികാരി ഡോക്ടർ KP നാരായണപിള്ള, പ്രസിഡന്റ് രവീന്ദ്രൻ നായർ ഉഷസ്, ഖജാൻജി രാധാകൃഷ്ണൻ മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ശനിയാഴ്ച രാവിലെ 8-നും 8:45-നും മധ്യേ കൊടികയറും. ഡിസംബർ 14 ശനിയാഴ്ചയാണ് ആറാട്ട്. വേഴപ്ര മേജർ കൊട്ടാരത്തിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ശനിയാഴ്ച ആഴിപൂജ നടക്കും. ശനിയാഴ്ച രാത്രി 8-നാണ് ചടങ്ങുകൾ. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.